ഈ ഒരു അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെയ് 25-ന് ഈ ഇലക്ഷന്റെ പ്രഖ്യാപനം വന്നു. പിന്നീട് അങ്ങോട്ട് വലിയ തോതിലുള്ളൊരു രാഷ്ട്രീയ പോരാട്ടം നമ്മൾ നിലമ്പൂരിൽ കണ്ടു. നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പ്രവചനാതീതമായ ഒരു അവസ്ഥയിലേക്ക് നിലമ്പൂർ പോയി എന്ന് തന്നെ പറയാം. കാരണം ഈ ഇലക്ഷൻ പ്രഖ്യാപനം നടന്ന സമയത്തുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥയോ ഒന്നുമല്ല അവിടെയുള്ളത്. ഈ ഇത് പറയുമ്പോൾ പ്രേക്ഷകരുടെ അറിയിക്കാനായിട്ട് പറയുകയാണ്, അവിടെ വലിയ തോതിലുള്ള കൊട്ടിക്കലാശം അവിടെ 3 മുന്നണികളുടേതുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രതിനിധികൾ ഹരികുമാർ, അതോടൊപ്പം തന്നെ ശ്രീകുമാർ എല്ലാം തന്നെ ഈ മുന്നണികളുടെ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ ഉണ്ട്. അവരെയൊക്കെ ലഭ്യമാകുന്ന സമയത്ത് ആ ദൃശ്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയൊന്നുമല്ല ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത്. ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ സ്ഥാനാർത്ഥി, ആര്യാടൻ ഷൗക്കത്ത് ആണ് അവിടെ ആദ്യം പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി. അതിന്റെ പേരിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ ഉണ്ടായി. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ എതിർത്തുകൊണ്ട് PV അൻവർ വന്നു. പിന്നീട് ഈ PV അൻവർ തനിച്ച് മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് പോയി. ആര്യാടൻ ഷൗക്കത്തിനെതിരെ വലിയ തോതിലുള്ള അധിക്ഷേപ പ്രസ്താവനകളൊക്കെ നടത്തുന്ന ഒരു രീതിയിലേക്ക് PV അൻവർ പോയി. അവിടെയുള്ള DCC പ്രസിഡന്റ് ജോയിയെ മത്സരിപ്പിക്കണമെന്നൊരാവശ്യം അൻവർ മുന്നോട്ട് വെക്കുന്നു. VD സതീശൻ അതിനെ തള്ളിക്കളയുന്നു. അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് അവിടെ പ്രചാരണം തുടങ്ങുന്നു. ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്, മുൻ മന്ത്രി എല്ലാമായിട്ടുള്ള 30 വർഷത്തിലധികം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തിയുടെ മകനാണ്. 2016-ൽ അദ്ദേഹം നിയമസഭയിൽ അവിടെ മത്സരിച്ചെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അൻവറിനോട് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. അന്ന് ഏതാണ്ട് 10,000-ൽ പരം വോട്ടുകൾക്ക് അൻവർ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും അവിടെയുള്ള ഈ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അത് ഏത് മുന്നണിയുടെ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ട് എം സ്വരാജിന്റെ കൊട്ടിക്കലാശം, നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജിന്റെ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എം സ്വരാജിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു എം സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം അല്പസമയം കാണാമെന്ന് തോന്നുന്നു. ഹരി, നമ്മുടെ പ്രതിനിധി ഹരി, നിലമ്പൂരിൽ വർഷങ്ങളായി അനുഭവ പരിചയമുള്ളൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഹരി. ഈ LDFന്റെ ഈ കൊട്ടിക്കലാശത്തിന്റെ ഒരു വിശദാംശങ്ങളും ഒക്കെ ആയിട്ട് ടെലിഫോൺ ലൈനിലുണ്ട്. ഹരി, ദൃശ്യങ്ങളിൽ സ്വരാജിനെ എല്ലാം കാണുന്നുണ്ട്. അവിടെ മാധ്യമങ്ങളുമായിട്ടെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ളൊരു ആവേശം അവിടെ കാണാൻ കഴിയും. നേരത്തെ നമ്മൾ പ്രചരണ സമയത്ത് സ്വരാജുമായി സംസാരിച്ചപ്പോൾ ഇത്രയും വലിയൊരു ആവേശം ഒരിക്കൽ പോലും ആ മണ്ഡലത്തിൽ കണ്ടിട്ടില്ല എന്ന് സ്വരാജ് പറയുകയുണ്ടായി. ആ മണ്ഡലത്തിൽ തന്നെയുള്ള പോത്തുകല് സ്വദേശി കൂടിയാണ് സ്വരാജ്. ഏത് രീതിയിലാണ് ഈ LDF ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പിന്റെ ഒരു കൊട്ടിക്കലാശത്തിന്റെ ആവേശം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? ഈ ഒരു 3ാം തുടർഭരണം പിണറായി സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു സെമി ഫൈനൽ കൂടിയായിട്ടാണ് ഈ നിലമ്പൂരിലെ മത്സരത്തെ അവർ കാണുന്നത്. അതുകൊണ്ടാണ് സ്വരാജ് എന്ന് പറയുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടേക്ക് അവർ കൊണ്ടുവരികയും ചെയ്തത്. അവിടെ എങ്ങനെയുണ്ട് LDFന്റെ ഒരു തിരഞ്ഞെടുപ്പ് ആവേശം? നിലമ്പൂർ ആവേശത്തിന്റെ കൊടുകുടിയിലാണ് പറയാം. നിലമ്പൂർ ടൗൺ ആവേശമായിരിക്കുന്നു. എം സ്വരാജ് ഇപ്പോൾ ഈ കൊട്ടിക്കലാശം നടക്കുന്ന കോവിലകം ജനങ്ങളിൽ സമരത്തോടും വലിയൊരു ആവേശമാണ്. അദ്ദേഹത്തോടൊപ്പം അടക്കമുള്ള വിവിധ ഘടകകക്ഷികളുടെ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം വാഹനത്തിലുണ്ട്. ഒട്ടേറെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായി നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ കോവിലകത്തിൽ കൊട്ടിക്കലാശത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ ആവേശമാണ്. അടക്കമുള്ള ഈ ടൗണിൽ ചാടി കിട്ടാൻ പറ്റാത്ത ഒരു പ്രചരണ കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിലമ്പൂർ മണ്ഡലത്തിലുള്ള ഒരു പ്രചരണത്തിന്റെ സമാപനം അല്ലെങ്കിൽ കൊട്ടിക്കലാശം സാക്ഷിയായിട്ടില്ല പറയാം. ഇതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ LDFന്റെ അഭിമാന പോരാട്ടമാണിത്. അതുകൊണ്ട് തന്നെയാണ് എം സ്വരാജിനെ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്തവണ മത്സരിച്ചത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ്. ഇത്
അപ്പോൾ അതാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് ആവേശം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വരാജ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിലാണ്. അവിടെ സ്ഥാനാർത്ഥിയായി വന്ന് കയറുന്ന സമയത്ത് എന്തായിരുന്നു ആ ആത്മവിശ്വാസം, അത് അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയിൽ കൂടി നമുക്ക് കാണാം. നമുക്ക് സ്വരാജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ നമ്മളൊന്ന് നിരീക്ഷിക്കുന്ന അവർക്കെല്ലാം തന്നെ അറിയാവുന്നതാണ്. ആരെന്ത് പറഞ്ഞാലും അതിന് വളരെ കർക്കശമായി തന്നെ അതിനൊക്കെ മറുപടി പറയുന്ന, ഒരു ചോദ്യത്തിന് പോലും അത് മറുപടി പറയാതെ വിടുന്ന ഒരു വ്യക്തി കൂടിയാണ് സ്വരാജ്. പക്ഷേ ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് സ്വരാജിന്റെ ഒരു സ്വഭാവം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇങ്ങനെ മറുപടികളെല്ലാം വളരെയധികം കുറച്ചിട്ടുണ്ട്. വളരെ പക്വമായ പ്രതികരണങ്ങൾ മാത്രം, ആരെയും മുഷിപ്പിക്കാതെയുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് സ്വരാജിൽ നിന്നും ഉണ്ടായത്. അത്രയധികം LDF അവിടെ ആ ഒരു കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വിജയം അത്രയധികം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ UDFന്റെ ഒരു ആവേശ കലാശ കൊട്ട് എങ്ങനെയാണെന്ന് കാണാമെന്ന് നമുക്ക് തോന്നുന്നു. ഈ നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീകുമാർ അവിടെ ഈ UDFന്റെ ഈ കലാശക്കൊട്ട് നടക്കുന്ന സ്ഥലത്ത് ഉണ്ട്. ശ്രീകുമാർ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടെ എത്രത്തോളം വലിയൊരു ആവേശം നമുക്ക് കാണാൻ കഴിയും? കാരണം ആര്യാടൻ മുഹമ്മദ് എന്തായാലും ജയിക്കുമെന്ന് പറഞ്ഞൊക്കെയുള്ള പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ, വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എങ്ങനെയുണ്ട് ആവേശം? ഇനി 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ വലിയ ആവേശം വിതറിക്കൊണ്ട് തന്നെയാണ് 3 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടനങ്ങളും അതുപോലെ തന്നെ റോഡ് ഷോകളും ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ നിലമ്പൂർ ടൗണിനെ അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് ഈ റോഡ് ഷോ പുരോഗമിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് UDFനെ അനുവദിച്ചിട്ടുള്ള സ്ഥലത്താണ്. അവിടെയാണ് റോഡ് ഷോ നടക്കുന്നത്. പതിവിന് വിപരീതമായി ഇവിടെ പ്രസംഗമാണ് കൂടുതലും അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. സർക്കാരിനെതിരെയുള്ള ജനവികാരമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ജനങ്ങളെ കൂടുതൽ ആവേശഭരിതമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ നേതാക്കന്മാർ സംസാരിക്കുന്നത്. ഇതിനോട് ചേർന്നുള്ള പ്രകടനം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PC വിശ്വനാഥ്, TCG MLA അടക്കമുള്ള അവർ ഈ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ടായാലും വലിയൊരു ആവേശം നിറച്ചുകൊണ്ട് തന്നെയാണ് UDF ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ, പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ഇങ്ങനെ ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ടുന്നത്. പ്രസംഗവും അതുപോലെ തന്നെ നൃത്ത ചുവടുകളും ഒക്കെ ആയിട്ട് തന്നെയാണ് ഈ പ്രവർത്തകർ ഇതിനെ ആവേശപ്രദമാക്കുന്നത്. മഴ പെയ്യുമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടെങ്കിൽ പോലും മഴയെ വെല്ലുന്ന തരത്തിലുള്ള ഏത് മഴ വന്നാലും തങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുട്ടിക്കലാശത്തെ അവർ ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉത്സവമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. 1 മണിക്കൂർ മാത്രം ശേഷിക്കെ ഈ കുട്ടിക്കലാശം അതിന്റെ ഏറ്റവും ഉന്മത്തമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആകാശം മുട്ടെ ആവേശം വാരി വിതറിക്കൊണ്ട് തന്നെയാണ് UDF ഇവിടെ ഈ അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ഈ കുട്ടിക്കലാശം നടത്തുന്നത്. അപ്പോൾ അതാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് ആവേശം ശ്രീകുമാർ പറഞ്ഞത്. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ മഴ നിലമ്പൂരിലുണ്ടായിരുന്നു. ഞായറാഴ്ച എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂരത്തിന് സമാനമായി. നമുക്കിപ്പോൾ നിലമ്പൂരിലെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെയുള്ള ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം.